ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇത് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ബാൽക്കണി സൈഡാണ്. ഈ ബാൽക്കണി സൈഡിൽ ചെറിയൊരു മാവുണ്ട്, അതിൽ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മാങ്ങ പറിച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ പോയി കണ്ടാലോ. അപ്പോൾ നമുക്ക് മാങ്ങച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ മാങ്ങ കഴുകിയിട്ട് തുടച്ച് വെച്ചതാണ്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. ഞാൻ ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യുന്നില്ല. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 2.5 ടേബിൾ സ്പൂൺ ഉലുവയും 2 ടേബിൾ സ്പൂൺ കടുകും നന്നായി ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് മുഴുവനും ഞാൻ ചേർക്കില്ല അച്ചാറിൽ, ഇത് ആവശ്യത്തിന് മാത്രമേ ചേർക്കുള്ളൂ. ഇത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പൊടിക്കാൻ വേണ്ടിയിട്ട്. ഇതിനി ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. മറ്റേ എണ്ണ എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് 200 ml ബോട്ടിലാണ്. ഇതിൽ ഞാൻ ഒരു 150 ml ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ചതച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പൊട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഈ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ പൊടിച്ച് വെച്ച കടുകും ഉലുവയും ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും, ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടാക്കി വെച്ച കടുകെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇനി ഞാനൊരു അല്പം വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ചൂടാക്കി തണുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തത്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കൂ. ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്